ഏവർക്കും നമസ്കാരം. സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സ്റ്റോക്ക് മാർക്കറ്റിന്റെ ബേസിക്സ് മുതൽ പറഞ്ഞു പോകുന്ന വീഡിയോ സീരീസിന്റെ മൂന്നാമത്തെ വീഡിയോ ആണിത്. ഇന്നത്തെ സെഷനിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് കാൻഡിൽ സ്റ്റിക്സിനെ കുറിച്ചാണ്. സിംഗിൾ കാൻഡിൽ സ്റ്റിക് പാറ്റേണുകളെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. അടുത്ത സീരീസിൽ നമ്മൾ ഡബിൾ കാൻഡിൽ സ്റ്റിക് പാറ്റേൺസിനെ കുറിച്ചും ട്രിപ്പിൾ കാൻഡിൽ സ്റ്റിക് പാറ്റേണുകളെ കുറിച്ചും പറയുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ സീരീസിന്റെ എല്ലാ വീഡിയോസും ഞങ്ങൾ ഒരു പ്ലേലിസ്റ്റ് ആക്കിയിട്ടുണ്ട്, നിങ്ങൾക്ക് അങ്ങനെയും കാണാവുന്നതാണ്. ഹിസ്റ്റോറിക്കൽ പ്രൈസും ഡാറ്റയും ട്രേഡിംഗ് വോളിയവും അടിസ്ഥാനമാക്കി ഒരു സെക്യൂരിറ്റിയുടെ ഭാവി വില ചലനങ്ങൾ വിലയിരുത്തുന്നതിനും പ്രവചിക്കുന്നതിനും ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് ഈ ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. ഇനി ടെക്നിക്കൽ അനാലിസിസിലെ ഒരു പോപ്പുലർ ടൂളാണ് കാൻഡിൽ സ്റ്റിക് ചാർട്ട്സ് എന്ന് പറയുന്നത്. ഓരോ കാൻഡിലും ഒരു നിർദ്ദിഷ്ട കാലയളവിലേക്കുള്ള പ്രൈസ് ആക്ഷനെയാണ് സൂചിപ്പിക്കുന്നത്. ആദ്യം കാൻഡിൽ സ്റ്റിക്സിന്റെ ഘടകങ്ങളിലേക്ക് കടക്കാം. രണ്ട് ഘടകങ്ങളാണ് കാൻഡിൽ സ്റ്റിക്കിനുള്ളത്, ബോഡിയും വിക്കും. ഒരു കാൻഡിലിലെ ബോഡി എന്നത് ചതുരാകൃതിയിലുള്ള ഭാഗമാണ്. ഓപ്പൺ ചെയ്യുന്നതും ക്ലോസ് ചെയ്യുന്നതുമായ വിലകൾ തമ്മിലുള്ള വ്യത്യാസത്തെയാണ് ബോഡി എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അടുത്തത് വിക്ക് എന്നത് ബോഡിക്ക് മുകളിലും താഴെയുമായി വ്യാപിക്കുന്ന ഈ കാലയളവിലെ ട്രേഡ് ചെയ്യപ്പെടുന്ന ഏറ്റവും ഉയർന്നതും താഴ്ന്നതുമായ വിലയെ പ്രതിനിധീകരിക്കുന്നതാണ് വിക്ക് എന്നത്. അപ്പർ വിക്ക് എന്നത് ബോഡിയുടെ മുകളിൽ നിന്ന് ഉയർന്ന വിലയിലേക്ക് നീളുന്ന ലൈനാണ് ഈ അപ്പർ വിക്ക് എന്നത്. ലോവർ വിക്ക് എന്നത് ബോഡിയുടെ അടിയിൽ നിന്ന് ഏറ്റവും കുറഞ്ഞ വിലയിലേക്ക് നീളുന്ന ലൈനിനെ ലോവർ വിക്ക് എന്ന് നമുക്ക് പറയാം. കാൻഡിലുകൾ രണ്ട് തരത്തിലുണ്ട്, ബുള്ളിഷ് കാൻഡിലും ബിയറിഷ് കാൻഡിലും. ക്ലോസിംഗ് വില ഓപ്പണിംഗ് വിലയേക്കാൾ കൂടുതലാണെങ്കിൽ സാധാരണയായി പച്ച നിറത്തിലായിരിക്കും കാണപ്പെടുന്നത്, അതിനെ നമുക്ക് ബുള്ളിഷ് കാൻഡിൽ എന്ന് പറയാം. ബിയറിഷ് കാൻഡിൽ എന്നത് ക്ലോസിംഗ് വില ഓപ്പണിംഗ് വിലയേക്കാൾ കുറവാണെങ്കിൽ ഒരു റെഡ് കാൻഡിലായിരിക്കും അവിടെ രൂപപ്പെടുന്നത്, ഇതിനെ നമുക്ക് ബിയറിഷ് കാൻഡിൽ എന്ന് പറയാം. ഈ വീഡിയോ പക്ക ബിഗിനേഴ്സിന് കൂടി വേണ്ടിയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ വളരെ ലളിതമായിട്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ വീഡിയോ തോന്നിയേക്കാം. അതുകൊണ്ടാണ് ഈ വീഡിയോ ചാപ്റ്റേഴ്സ് ആയി ഞങ്ങൾ തിരിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്ക് കാൻഡിലുകൾ മാത്രമാണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ആ ചാപ്റ്ററിലേക്ക് പോകാം. അപ്പോൾ എല്ലാവർക്കും കാൻഡിൽ എന്താണ്, ബോഡി എന്താണ്, വിക്ക് എന്താണ് എന്നൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമ്മൾ നേരിട്ട് പോകുന്നത് സിംഗിൾ കാൻഡിൽ സ്റ്റിക് പാറ്റേണുകളിലേക്കാണ്. ഇനി ഈ വീഡിയോന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം, നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. മാത്രമല്ല നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ ദിവസവും രാവിലെ 7:30 നമ്മുടെ പ്രീ മാർക്കറ്റ് വീഡിയോ ഉണ്ടായിരിക്കും. അതിനുശേഷം രാവിലെ 10:30 മുതൽ 3:30 വരെ ഏറ്റവും പ്രധാനപ്പെട്ട സെഷനായ ലൈവ് സെഷൻ ഉണ്ടായിരിക്കും. ഇതിൽ ലൈവ് സെഷനിൽ നിങ്ങൾക്ക് ഡയറക്റ്റായി ഇന്ററാക്ട് ചെയ്യാൻ കഴിയുന്ന ഒരു അവസരം കൂടി വരുന്നുണ്ട്. നിങ്ങളുടെ സംശയങ്ങളൊക്കെ അവിടെ ചോദിക്കാവുന്നതാണ്. ഇനി നമ്മുടെ സ്റ്റുഡൻസിന് ആർക്കെങ്കിലും നമ്മുടെ എഡ്യൂക്കേഷണൽ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ട് മുകളിൽ ഇവിടെ നമ്മളൊരു വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചതിന് ശേഷം ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. സിംഗിൾ കാൻഡിൽ സ്റ്റിക് പാറ്റേൺസിൽ ആദ്യത്തെ കാൻഡിൽ ഏറ്റവും പവർഫുൾ ആയ ഒരു കാൻഡിലാണ് മൊറബസു. ഈ മൊറബസു കാൻഡിലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നത് വിക്ക് ഉണ്ടായിരിക്കില്ല, അഥവാ ഷാഡോ ഉണ്ടായിരിക്കില്ല, ബോഡി മാത്രമായിരിക്കും അതിനുണ്ടായിരിക്കുക. ഇനി ഷാഡോ ഉണ്ടെങ്കിൽ തന്നെ വളരെ ചെറിയ ഷാഡോ മാത്രമായിരിക്കും മൊറബസു കാൻഡിലിന് ഉണ്ടായിരിക്കുക. ഈ മൊറബസു കാൻഡിലിനെ രണ്ടായി തരംതിരിക്കാം, ബുള്ളിഷ് മൊറബസു, ബിയറിഷ് മൊറബസു. ബുള്ളിഷ് മൊറബസു ഓപ്പൺ പ്രൈസ് ഈ കാലഘട്ടത്തിന്റെ, അതായത് ഒരു പ്രത്യേക പീരീഡ് 5 മിനിറ്റ് ആവാം, 15 മിനിറ്റ് ആവാം, 1 ഹവർ ആവാം, 1 ഡേ ആവാം. ഈ ഓപ്പൺ പ്രൈസ് ഈ കാലഘട്ടത്തിൻ്റെ താഴ്ന്ന നിലയിലായിരിക്കും, ക്ലോസിംഗ് പ്രൈസ് വളരെ ഉയർന്ന നിലയിലുമായിരിക്കും. ഇത് ശക്തമായ ബൈയിങ് ഇൻട്രസ്റ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. സ്ക്രീനിൽ ഇപ്പോൾ കാണിച്ചതുപോലെ ഓപ്പൺ ഈക്വൽ ടു ലോ, ക്ലോസ് ഈക്വൽ ടു ഹൈ എന്ന നിലയിലായിരിക്കും. ഈ 5 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് അല്ലെങ്കിൽ 1 ഹവർ ഈ ടൈം ഫ്രെയിമിൽ ബയ്യേഴ്സിന്റെ നിയന്ത്രണത്തിൽ തന്നെ ആയിരിക്കും എന്നാണ് ഈ കാൻഡിൽ സൂചിപ്പിക്കുന്നത്. പലപ്പോഴും ഒരു അപ് ട്രെൻഡിന്റെ തുടർച്ചയോ അല്ലെങ്കിൽ ഡൗൺ ട്രെൻഡിൽ നിന്ന് ഒരു ബുള്ളിഷ് റിവേഴ്സലോ ആണ് ഈ ബുള്ളിഷ് മർബസു സൂചിപ്പിക്കുന്നത്. അടുത്തത് ബിയറിഷ് മർബസു. ഓപ്പൺ പ്രൈസ് ആ പീരീഡിലെ ഉയർന്ന നിലയിലും ക്ലോസിംഗ് പ്രൈസ് ആ പീരീഡിലെ താഴ്ന്ന നിലയിലുമായിരിക്കും. ഇത് ശക്തമായ വിൽപ്പന സമ്മർദ്ദത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഈ കാൻഡിലിന്റെ ഫോർമേഷൻ എന്നത് ഓപ്പൺ പ്രൈസ് ഈക്വൽ ടു ഹൈ എന്ന നിലയിലും ക്ലോസിംഗ് പ്രൈസ് ലോ എന്ന നിലയിലുമായിരിക്കും. ബുള്ളിഷ് മർബസുവിന്റെ കാര്യം നമ്മൾ പറഞ്ഞു, ബയ്യേഴ്സിന്റെ കയ്യിലായിരിക്കും മുഴുവൻ നിയന്ത്രണം ഉണ്ടായിരിക്കുക. അപ്പോൾ ബിയറിഷ് മർബസു എന്നത് ആ പീരീഡിലെ കാലയളവിലെ സെല്ലേഴ്സിന്റെ നിയന്ത്രണത്തിലായിരിക്കും എന്ന് സൂചിപ്പിക്കുന്നു. പലപ്പോഴും ഒരു ഡൗൺ ട്രെൻഡിന്റെ തുടർച്ചയോ അല്ലെങ്കിൽ അപ് ട്രെൻഡിൽ ഒരു ബിയറിഷ് റിവേഴ്സലോ ആയിരിക്കാം ഇത്. മർബസു നമുക്ക് അങ്ങനെ അത്ര കോമൺ ആയിട്ട് നമ്മുടെ കാൻഡിലുകളിൽ കാണാൻ കഴിയാറില്ല. എന്നിരുന്നാലും വളരെ കോമൺ ആയ മറ്റൊരു കാൻഡിലേക്ക് നമുക്ക് പോകാം, ഡോജി കാൻഡിൽ. ഓപ്പൺ ചെയ്യുന്നതും ക്ലോസ് ചെയ്യുന്നതും ഏകദേശം ഒരേ വിലയിലാണ്. ഇത് വളരെ ചെറിയ ബോഡിയോട് കൂടിയുള്ള ഒരു കാൻഡിലായിരിക്കും.
ഈ ഡോജി ക്യാൻഡിൽ റിവേഴ്സലിൻ്റെ ഒരു സൂചനയോ അല്ലെങ്കിൽ അപ്പോഴത്തെ ആ ഒരു ട്രെൻഡിന് ഒരു പോസ് സംഭവിച്ചു എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരു സൂചനകളാണ് ഈ ക്യാൻഡിൽ തരുന്നത്. ഒരു പെർഫെക്റ്റ് ഡോജി ക്യാൻഡിലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഓപ്പൺ പ്രൈസ് ഈക്വൽ ടു ക്ലോസിംഗ് പ്രൈസ് എന്ന നിലയിലായിരിക്കും. അടുത്തത് ഡ്രാഗൺ ഫ്ലൈ ഡോജി ക്യാൻഡിൽ. ഈ ക്യാൻഡിലിൻ്റെ ഓപ്പൺ പ്രൈസും ഹൈയും ക്ലോസും ഏകദേശം ഒരേ നിലയിൽ തന്നെ ആയിരിക്കും. ഒരു നീണ്ട താഴ്ന്ന വിക്കോട് കൂടിയുള്ള ഒരു ക്യാൻഡിലായിരിക്കും ഈ ഡ്രാഗൺ ഫ്ലൈ ഡോജി എന്നത്. ഈ ക്യാൻഡിലിൻ്റെ ഒരു ഫോർമേഷൻ എന്ന് പറയുന്നത് ഓപ്പൺ ഈക്വൽ ടു ഹൈ ഈക്വൽ ടു ക്ലോസ് എന്നതാണ്. മറ്റൊരു ഡോജി ക്യാൻഡിലാണ് ഗ്രേവ് സ്റ്റോൺ ഡോജി. ഈ ക്യാൻഡിൽ എന്ന് പറയുന്നത് ഓപ്പൺ ഈക്വൽ ടു ലോ ഈക്വൽ ടു ക്ലോസ് എന്നതാണ്. അതായത് ഈ ക്യാൻഡിൽ എന്നത് ഓപ്പൺ ചെയ്യുന്നത് ഏറ്റവും താഴ്ന്ന നിലയിലാണ്. അവിടെ നിന്നും പ്രൈസ് മുകളിലേക്ക് കൊണ്ടുപോയതിന് ശേഷം വീണ്ടും താഴേക്ക് ഇറങ്ങി വന്ന് ക്ലോസ് ചെയ്യുന്നത് ആ ഓപ്പണിങ്ങിൽ തന്നെയാണ്. ഇതാണ് ഗ്രേവ് സ്റ്റോൺ ഡോജി എന്ന ക്യാൻഡിൽ. ഈ ഗ്രേവ് സ്റ്റോൺ ഡോജി ഒരു ബുള്ളിഷ് ട്രെൻഡിൻ്റെ അവസാനത്തിലാണ് ഉണ്ടാകുന്നതെങ്കിൽ അതൊരു ബിയറിഷ് റിവേഴ്സലിൻ്റെ സൂചന ആയിരിക്കാം. അതുപോലെ തന്നെ ഒരു ബിയറിഷ് ട്രെൻഡിൻ്റെ അവസാനത്തിലാണ് ഈ ഡ്രാഗൺ ഫ്ലൈ ഡോജി രൂപപ്പെടുന്നതെങ്കിൽ അതൊരു ബുള്ളിഷ് റിവേഴ്സലിൻ്റെയും സൂചനയാവാം. അടുത്തത് ഹാമർ ക്യാൻഡിൽ. ഒരു ട്രേഡിംഗ് ശ്രേണിയുടെ മുകൾ ഭാഗത്ത് ഒരു ചെറിയ ബോഡിയും നീണ്ട താഴ്ന്ന വിക്കോടും കൂടി ഉള്ള ഒരു ക്യാൻഡിലാണ് ഹാമർ ക്യാൻഡിൽ എന്നത്. ഇനി ഈ ഹാമർ ക്യാൻഡിലിൻ്റെ ഫോർമേഷൻ എന്നത് ഓപ്പൺ പ്രൈസും ക്ലോസിംഗ് പ്രൈസും അന്നത്തെ ആ പീരീഡിലെ കാലയളവിലെ ഹൈ പ്രൈസിന് ഏകദേശം അടുത്ത് തന്നെയായിരിക്കും. ഇനി ഈ ഒരു ഹാമർ ക്യാൻഡിലിനെ കുറിച്ച് വളരെ ലളിതമായി പറയാം. ഓപ്പൺ ചെയ്ത ഉടനെ തന്നെ സെല്ലേഴ്സ് ഈ വില താഴ്ത്തി കൊണ്ടുവന്നു. വീണ്ടും ബയ്യേഴ്സിൻ്റെ കൺട്രോളിലായി. ബയ്യേഴ്സ് വീണ്ടും മുകളിലേക്ക് പ്രൈസിനെ കൊണ്ടുപോയി. ഒടുവിൽ ക്ലോസ് ചെയ്യുന്നതാവട്ടെ ഓപ്പൺ ചെയ്ത പ്രൈസും ഹൈ പ്രൈസിനും അരികിൽ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ഒരു ചുറ്റികയെക്കുറിച്ചാണ് പറഞ്ഞത്, ഒരു ഹാമർ ക്യാൻഡിൽ. ഇനി ഒരു ഇൻവേർട്ടഡ് ഹാമർ, ആ ചുറ്റിക തിരിച്ചു വെച്ചാൽ എങ്ങനെയാണ്, അങ്ങനത്തെ ഒരു ക്യാൻഡിലാണ് ഇൻവേർട്ടഡ് ഹാമർ എന്ന് പറയുന്നത്. ഈ ക്യാൻഡിൽ ഒരു ട്രേഡിംഗ് ശ്രേണിയുടെ അടിയിൽ ചെറിയ ബോഡിയും നീണ്ട മുകളിലേക്കുള്ള വലിയ വിക്കോടും കൂടി ഉള്ള ഒരു ക്യാൻഡിലാണ് ഇൻവേർട്ടഡ് ഹാമർ എന്ന് പറയുന്നത്. ഈ ഒരു ക്യാൻഡിൽ എന്താണ് സംഭവിച്ചത്? ഓപ്പൺ ചെയ്ത ഉടനെ തന്നെ ബയ്യേഴ്സ് പ്രൈസ് മുകളിലേക്ക് കൊണ്ടുപോയി. പക്ഷേ കനത്ത സെല്ലിംഗ് പ്രഷർ കാരണം സെല്ലേഴ്സ് ഈ വില വീണ്ടും താഴ്ത്തി കൊണ്ടുവന്നു. ഒടുവിൽ ക്ലോസ് ചെയ്യുന്നത് അന്നത്തെ ലോ പ്രൈസിന് അരികിലാണ്. ഈ ക്യാൻഡിലിൻ്റെ ഒരു ഫോർമേഷൻ എന്ന് പറയുന്നത് ഓപ്പൺ ഈക്വൽ ടു ക്ലോസ് നിയർ ദി ലോ എന്നതാണ്. ഈ ക്യാൻഡിലിൻ്റെ തൊട്ടടുത്ത ക്യാൻഡിലും ഒരു ബുള്ളിഷ് ക്യാൻഡിലൊക്കെ ആണെങ്കിൽ ഒരുപക്ഷെ ഒരു ബുള്ളിഷ് റിവേഴ്സലിൻ്റെ സൂചനയായിരിക്കാം അത്. ഒരു ഷൂട്ടിംഗ് സ്റ്റാർ എന്നത് ഒരു ട്രേഡിംഗ് ശ്രേണിയുടെ അടിയിൽ ചെറിയ ബോഡിയോടും കൂടി എന്നാൽ താഴേക്ക് വിക്കില്ലാത്തതും മുകളിലേക്ക് വലിയ വിക്കോടും കൂടിയ ഒരു ക്യാൻഡിലാണ് ഷൂട്ടിംഗ് സ്റ്റാർ എന്നത്. ഈ ക്യാൻഡിൽ ഓപ്പൺ ചെയ്ത ഉടനെ തന്നെ ബയ്യേഴ്സ് മുകളിലേക്ക് പ്രൈസ് കൊണ്ടുപോയി. അതിനുശേഷം താഴേക്ക് വീണ്ടും സെല്ലേഴ്സ് ആ പ്രൈസിനെ താഴ്ത്തി കൊണ്ടുവന്നു. ഒടുവിൽ ക്ലോസ് ചെയ്യുന്നത് ഓപ്പൺ പ്രൈസിന് അരികിൽ തന്നെയാണ്. ഈ ഒരു ക്യാൻഡിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പലപ്പോഴും ഒരു ബുള്ളിഷ് ട്രെൻഡിന് ശേഷമുള്ള ഒരു ബിയറിഷ് റിവേഴ്സലിൻ്റെ സൂചന കൂടിയാണ് ഇത്. അടുത്തത് ഹാങ്ങിങ് മാൻ ക്യാൻഡിൽ. ഒരു ട്രേഡിംഗ് ശ്രേണിയുടെ മുകൾ ഭാഗത്ത് ചെറിയ ബോഡിയും അതിന് മുകളിൽ ചെറിയ വിക്കും താഴേക്ക് വലിയ വിക്കോടും കൂടിയുള്ള ഒരു ക്യാൻഡിലാണ് ഹാങ്ങിങ് മാൻ ക്യാൻഡിൽ. ആ ഒരു പ്രത്യേക ടൈം ഫ്രെയിമിൽ സെല്ലേഴ്സ് വില താഴ്ത്തി കൊണ്ടുവന്നു. എന്നാൽ ബയ്യേഴ്സ് വീണ്ടും പ്രൈസ് മുകളിലേക്ക് തന്നെ കൊണ്ടുപോയി. ഒടുവിൽ ക്ലോസ് ചെയ്യുന്നത് ഓപ്പൺ പ്രൈസിനും ഹൈ പ്രൈസിനും അരികിലായിട്ടാണ്. ഒരു അപ് ട്രെൻഡ് മാർക്കറ്റിലാണ് ഈ ഹാങ്ങിങ് മാൻ ക്യാൻഡിൽ വരുന്നതെങ്കിൽ അതൊരു ബിയറിഷ് റിവേഴ്സലിൻ്റെ സൂചനയാണ്. ഇനി ഒരു ഡൗൺ ട്രെൻഡ് മാർക്കറ്റിലാണ് ഈ ക്യാൻഡിൽ വരുന്നതെങ്കിൽ ഒരു അപ് ട്രെൻഡിനുള്ള ഒരു സാധ്യതയും ഈ ക്യാൻഡിൽ സൂചിപ്പിക്കുന്നു. ഇനി നമ്മൾ പറയുന്നതാണ് ബുള്ളിഷ് പാറ്റേണുകളും ബിയറിഷ് പാറ്റേണുകളും ന്യൂട്രൽ പാറ്റേണുകളും. നമ്മളിപ്പോൾ പറഞ്ഞതിൽ വെച്ച് ബുള്ളിഷ് പാറ്റേണുകളായി നമുക്ക് പറയാൻ കഴിയുന്നത് ഹാമർ ക്യാൻഡിൽ, ഡ്രാഗൺ ഫ്ലൈ ഡോജി, ബുള്ളിഷ് മറുബസു ക്യാൻഡിൽ. ഇത്രയുമാണ് നമുക്ക് ബുള്ളിഷ് പാറ്റേൺ ആയി പറയാൻ കഴിയുക. ഇനി പക്ക ബിയറിഷ് പാറ്റേൺ ആയി പറയാൻ കഴിയുന്നത് ഷൂട്ടിംഗ് സ്റ്റാർ, ഗ്രേവ് സ്റ്റോൺ ഡോജി, ബിയറിഷ് മറുബസു എന്നിവയാണ്. ഇനി ന്യൂട്രൽ അല്ലെങ്കിൽ ഇൻഡിസിഷൻ അല്ലെങ്കിൽ ആ ഒരു പ്രത്യേക സാഹചര്യത്തിനനുസരിച്ച് മാറുന്ന ക്യാൻഡിലുകളായി നമുക്ക് സൂചിപ്പിക്കാൻ കഴിയുന്നത് സ്റ്റാൻഡേർഡ് ഡോജി, ഹാങ്ങിങ് മാൻ ക്യാൻഡിൽ, ഇൻവേർട്ടഡ് ഹാമർ എന്നിവയാണ്. ഇന്ന് നമ്മൾ സിംഗിൾ ക്യാൻഡിൽ സ്റ്റിക് പാറ്റേണുകളിലെ പ്രധാനപ്പെട്ട കുറച്ച് ക്യാൻഡിലുകളാണ് ഇവിടെ പരിശോധിച്ചത്. വരുന്ന സെഷനുകളിൽ കൂടുതൽ ക്ലാസ്സുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും നിർബന്ധമായും നമ്മളെ ഒന്ന് ഫോളോ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാത്തവർ ഒന്ന് ലൈക്ക് ചെയ്ത് സഹകരിക്കുക. അടുത്ത ആഴ്ച നമ്മൾ ഡബിൾ ക്യാൻഡിൽ സ്റ്റിക്സും അതുപോലെ ട്രിപ്പിൾ ക്യാൻഡിൽ സ്റ്റിക് പാറ്റേണുകളെ കുറിച്ചും ഉള്ള ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.